ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഏറെ വിമർശനം ഉയർത്തിയിരുന്നു. ലോകം മുഴുവൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നു. ഇപ്പോഴിതാ മറ്റൊരു വിവാദ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് നെതന്യാഹു. ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെക്കുറിച്ചാണ് നെതന്യാഹുവിൻ്റെ പരാമർശം. ഈ പദ്ധതിയുമായി തനിക്ക് ബന്ധമുണ്ടെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. i24 ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു തനിക്ക് ഗ്രേറ്റർ ഇസ്രായേൽ ആശയവുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിപുലീകരിച്ച ഇസ്രായേലിനെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്. ബൈബിളിലും സയനിസ്റ്റ് ചരിത്രത്തിലുമുള്ള വിവരങ്ങൾക്കനുസരിച്ചാണ് ഈ വിപുലീകരണം. ഇന്നത്തെ ജോർദാൻ, ലെബനൻ, സിറിയ, ഈജിപ്റ്റ്, ഇറാഖ്, സൗദി അറേബ്യ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടമാണ് ഗ്രേറ്റർ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രായേലിലെ ചില തീവ്ര വലതുപക്ഷ വ്യക്തികൾ ഇപ്പോഴും ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നു. അതിനിടെ നെതന്യാഹുവിൻ്റെ പരാമർശങ്ങൾ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ പരാമർശങ്ങളെ അപലപിച്ച് അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നു. സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ നെതന്യാഹുവിൻ്റെ അഭിപ്രായങ്ങൾക്കെതിരെ പ്രതികരിച്ചു. ഇത് പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നെതന്യാഹുവിൻ്റെ പരാമർശങ്ങളെ അപലപിക്കുന്നതായും അവയെ അപകടകരവും പ്രകോപനപരവുമാണെന്നാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചത്. മേഖലയിലെ സമാധാനം തകർത്ത് സംഘർഷം രൂക്ഷമാക്കാനുള്ള ശ്രമമാണ് നെതന്യാഹുവിൻ്റെ അഭിപ്രായമെന്ന് ഈജിപ്റ്റ് പറഞ്ഞു. കെയ്റോ ഇസ്രായേലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടതായി ഈജിപ്റ്റ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെ ഖത്തർ മന്ത്രാലയം അപലപിച്ചു. ഇസ്രായേൽ അധിനിവേശ ശക്തികൾ സ്വീകരിച്ച കുടിയേറ്റ വിപുലീകരണ ആശയങ്ങളെയും പദ്ധതികളെയും പൂർണ്ണമായി നിരാകരിക്കുന്നതായി സൗദി മന്ത്രാലയവും പറഞ്ഞു. പ്രദേശത്തിൻ്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയായ ഒരു പ്രകോപനപരവും അപകടകരവുമായ പ്രസ്താവനയാണിതെന്ന് പലസ്തീൻ അതോറിറ്റിയും പ്രതികരിച്ചു. അതിനിടെ ഇസ്രായേലിൽ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ഭിന്നത അതിരൂക്ഷമാകുന്നു. നെതന്യാഹുവിൻ്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനമാണ് സൈന്യത്തെ ചൊടിപ്പിച്ചത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൂട്ടക്കുരുതിയിലേക്ക് ഇത് നയിക്കുമെന്നാണ് IDF മേധാവി ഇയാൽ സമീർ തുറന്നടിച്ചത്. എന്നാൽ സൈന്യത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് ഗാസ ഏറ്റെടുക്കൽ നീക്കവുമായി ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ഗാസ യുദ്ധത്തിനിടെ സൈനിക സ്ഥാനക്കയറ്റങ്ങളെ ചൊല്ലിയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും IDF മേധാവി ഇയാൽ സമീറും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടിയിരിക്കുന്നത്. ഇതോടെ ഇസ്രായേലിൽ കടുത്ത അധികാര പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. ഹൈറാർക്കി മറികടന്ന് സർക്കാർ വിരുദ്ധ ഉപദേഷ്ടാക്കളുമായി കൂടിയാലോചിച്ചാണ് സമീർ പ്രവർത്തിക്കുന്നതെന്ന് കാറ്റ്സ് ആരോപിക്കുന്നു.